എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പഠിച്ച സ്കൂളിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ആനുവൽ ഡേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ട് പോണതാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലണ ഒരു അനുഭവമായിരുന്നു. ചെന്നപ്പോൾ തന്നെ അവർ നമുക്ക് നല്ലൊരു ചായ സൽക്കാരം നൽകി. പിള്ളേർ ഭയങ്കര ഹാപ്പിയായി. കാരണം വീട്ടിൽ അവർക്ക് ചായ വേണ്ട, എവിടെയെങ്കിലും ചെന്നാൽ ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. പിന്നെ പണ്ട് പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. അവരോടൊക്കെ കുറച്ചു നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് വളരെ നല്ലൊരു സ്വീകരണത്തോടു കൂടിയാണ് അവർ നമ്മളെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയത്. പണ്ടത്തെ സ്കൂളൊന്നും അല്ല, ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു അവിടെ. അന്ന് അവിടെ കുറേ തണൽ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ച സമയത്തൊക്കെ അതിൻ്റെ ചോടിരിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറി ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. അതിൻ്റെ ഒരു ഭാഗമാവാൻ ദൈവകൃപ കൊണ്ട് എനിക്കും പറ്റി. അല്ലെങ്കിലും നമ്മളൊന്ന് തീരുമാനിക്കും, ദൈവം മറ്റൊന്ന് തീരുമാനിക്കും. ഒരു നേഴ്സായി ഞാൻ എങ്ങനെ ഇവരുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കണേന്ന് ഇപ്പോഴും എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. നമ്മുടെ കുഞ്ഞുമോഞ്ചാൻ്റെ കൂടെ കൂടി ഞങ്ങളിപ്പോൾ ആളുടെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കാൻ തുടങ്ങി. കാരണം ആളുടെ പാഷൻ പണ്ടേ അഭിനയമാണ്. അങ്ങനെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അവർ 2 വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ പഠിച്ച സ്കൂളിൽ ചെന്നിട്ട് ഞാനൊന്നും പറയാണ്ട് പോരണത് മോശമല്ലേ. കയ്യും കാലും വരച്ചിട്ടാണെങ്കിലും ഞാനും 2 വാക്ക് സംസാരിച്ചു. ഹലോ, ഇത് സംസാരിച്ചോ? ഞാൻ ധരിക്കുന്നതുണ്ട്. കാരണേ എൻ്റെ എല്ലാ കഴിവും ഇവിടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ നിന്ന് എന്താണെന്നറിയോ, സ്റ്റേജ് കാണുമ്പോൾ ഇങ്ങനെ പറക്കണത് അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരാരും പറയണ്ട, ഭയങ്കര തരും. തുടങ്ങിക്കോ. ആക്ഷൻ വേണം, എന്നാലേ അവർ സംസാരിക്കുള്ളൂ. സെന്റ് മേരീസിലെ എല്ലാ മക്കൾക്കും ഇന്നേ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, ഞാനൊരു കലാകാരി ആയതുകൊണ്ടുമല്ല, എനിക്ക് ദൈവം ഈ കുഞ്ഞുമോനെയും കുഞ്ഞുമക്കളെയും തന്നതുകൊണ്ടാണ്. അതിന് ആദ്യമായി ദൈവത്തിനോട് നന്ദി പറയുന്നു. അങ്ങനെ ഒരു കണക്കിന് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് പിള്ളേർ 2 വാക്ക് സംസാരിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ തോമാസേട്ടൻ വന്നു. തോമാസേട്ടൻ്റെ വരവ് ഞങ്ങളൊരു പ്രത്യേക രീതിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. അത് നന്നാവും ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് സ്കൂളിൻ്റെ വക ഒരു ആദരവ് തന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ബിജു, ജെൽസൺ, ക്യാമറ ചെയ്യുന്ന സോണി, പിന്നെ എൻ്റെ സ്വന്തം ബ്രദർ ബിൻഡോ, ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ വരണതാണ് കേട്ടോ എൻ്റെ സ്വന്തം ആങ്ങള. ഒരു എപ്പിസോഡിൽ ഇക്രു എന്ന കഥാപാത്രമായിട്ട് അവൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും നന്ദി. പിന്നെ ഞങ്ങൾക്ക് ഇത്ര നല്ലൊരു സ്വീകരണം നൽകിയ സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ കുഴിക്കാട്ടുശ്ശേരിയിലെ ടീച്ചേഴ്സ്, PT അംഗങ്ങൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി.